നഗരഹൃദയം തൻ മാലിന്യമേശാത്ത ഗ്രാമവിശുദ്ധിതൻ പൂമണം വീശുന്ന മരതകപ്പട്ടിന്റെ പൂഞ്ചേല ചാർത്തുന്ന രമണീയ കാന്തി നിൻ പേരാണിടുക്കി. നഗരഹൃദയം തൻ മാലിന്യമേശാത്ത ഗ്രാമവിശുദ്ധിതൻ പൂമണം വീശുന്ന മരതകപ്പട്ടിന്റെ പൂഞ്ചേല ചാർത്തുന്ന രമണീയ കാന്തി നിൻ പേരാണിടുക്കി. താഴ്വരകൾ നീഹാരമണിയുന്ന മാമലകൾ നീളെ നിഗൂഢമാം കാനന ഭംഗികൾ വശ്യസുന്ദരി നിൻ പേരാടിടുക്കി. നഗരഹൃദയം തൻ മാലിന്യമേശാത്ത ഗ്രാമവിശുദ്ധിതൻ പൂമണം വീശുന്ന മരതകപ്പട്ടിന്റെ പൂഞ്ചേല ചാർത്തുന്ന രമണീയ കാന്തി നിൻ പേരാണിടുക്കി. സുന്ദരി നയനാഭിരാമമാം ആഴ്ചകൾ കാണുവാൻ ശലഭമായി പാറട്ടെ നിൻ മന്നിൻ നേത്രങ്ങളെന്നും. നഗരഹൃദയം തൻ മാലിന്യമേശാത്ത ഗ്രാമവിശുദ്ധിതൻ പൂമണം വീശുന്ന മരതകപ്പട്ടിന്റെ പൂഞ്ചേല ചാർത്തുന്ന രമണീയ കാന്തി നിൻ പേരാണിടുക്കി. രമണീയ കാന്തി നിൻ പേരാണിടുക്കി. രമണീയ കാന്തി നിൻ പേരാണിടുക്കി. കാടും മേടും കോടമഞ്ഞും കുറിഞ്ഞയും കാട്ടുമൃഗങ്ങളും കാട്ടരുവികളും അണക്കെട്ടുകളും നിറഞ്ഞ ഇടുക്കി. സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ചന്ദനത്തിൻ്റെയും മറയൂർ ശർക്കരയുടെയും ഗന്ധവാഹകനാണ് ഇടുക്കിയിലെ കാറ്റ്. തേയിലയും കാപ്പിയും ഏലവും കരിമ്പും പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ സമൃദ്ധമായ ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഇടുക്കിയുടേത്. സഹ്യസാനുവിൻ്റെ പ്രൗഢമകുടം പോലെ നിലകൊള്ളുന്ന ആനമുടി, കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പുൽമേടുകൾ, കാഴ്ചയുടെ വിരുന്നൊരുക്കി കോടമഞ്ഞും കുളിർക്കാറ്റുമായി കാഴ്ചക്കാരെ വരവേൽക്കുന്ന തെക്കിൻ്റെ കാശ്മീരായ മൂന്നാർ, ജീവജലമായി ഊർജപ്രദായിനിയായി നിറഞ്ഞൊഴുകുന്ന പെരിയാർ, ജൈവ വൈവിധ്യത്തിൻ്റെയും സാംസ്കാരിക സമന്വയത്തിൻ്റെയും മാനവരാശിയുടെ വന്യസങ്കല്പത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ ഇടുക്കി. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത, കണ്ടാൽ മതിവരാത്ത നിത്യവിസ്മയങ്ങളുടെ കലവറയായ ഇടുക്കി എന്ന മിടുക്കിക്ക് ഇത് 50ന്റെ ചെറുപ്പം.
PK ബാലകൃഷ്ണൻ എന്ന ചരിത്രകാരൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചറിഞ്ഞൊരു കാര്യം, റോമാ സാമ്രാജ്യം തകർന്നതിൻ്റെ പിന്നിൽ കേരളത്തിന് പങ്കുണ്ടെന്നും ഇടുക്കി ജില്ലയ്ക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? അതിൽ വസ്തുതയുണ്ട് താനും. കാരണം ഇപ്പോഴും റോമാ സാമ്രാജ്യത്തിൻ്റെ പലയിടത്തും അവരുടെ എണ്ണിയാലൊടുങ്ങാത്ത ഖജനാവ് കാലിയായത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളോടുള്ള അടങ്ങാത്ത കൊതി കൊണ്ടാണ് അവർ ഈ കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും കേരളത്തിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതിലാണ് ആ ഖജനാവ് കാലിയായി പോയെന്നാണ്. നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് പലപ്പോഴും ഭക്ഷ്യധാന്യങ്ങൾക്ക് ക്ഷാമമുണ്ടായ ഒരു കാലത്ത് കോട്ടയം ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിൽ നിന്നും ഒരു ന്യൂനപക്ഷം ഭരണകൂടത്തിൻ്റെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങി ഇടുക്കിയിലേക്ക് കൃഷിക്കായി വന്നു ചേർന്നതാണ് ഇടുക്കി ജില്ലയുടെ ചരിത്രം രൂപപ്പെട്ടതെന്ന ഒരു വലിയ തെറ്റിദ്ധാരണ ഇടുക്കിക്കാരുടെ തോളിലും ഇടുക്കിയിലെ എല്ലാ മലമുകളിലും ഇപ്പോഴും ഇരിക്കുകയാണ്. അത് ശരിയല്ല. സത്യത്തിൽ അതിന് കുറേ പിന്നിലായി 11-12 നൂറ്റാണ്ടിലെ ചേരചോള രാജാക്കന്മാരുടെ യുദ്ധകാലഘട്ടത്തിൽ തോറ്റുപോകുന്നവന് ജീവൻ ബലി കൊടുക്കാൻ ഇഷ്ടമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഒളിച്ച് കാടുകളിലേറി പാർത്ത ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. സത്യത്തിൽ ഇടുക്കി ജില്ലയുടെ മലമടക്കുകളിലേക്ക്, ഏറ്റവും സുന്ദരമായ മലമടക്കുകളിലേക്ക്, ഏറ്റവും സുന്ദരമായ താഴ്വരകളിലേക്ക്, ലോകത്തെ തന്നെ കൊതിപ്പിക്കുന്ന പെരിയാറിൻ്റെ തീരത്തേക്കൊക്കെ വന്നു ചേർന്ന ഒരു രണ്ടാമത്തെ വിഭാഗമായിരുന്നു ആദിവാസികൾ. 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു ഇടുക്കി. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. അപ്പോഴും ഇടുക്കി കോട്ടയത്തിന്റെ ഭാഗമായിരുന്നു. 1972 ജനുവരി 26 കോട്ടയം, എറണാകുളം ജില്ലകൾ വിഭജിച്ചാണ് ഇടുക്കി ജില്ല രൂപീകരിച്ചത്. 2023 സെപ്റ്റംബർ മാസത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് ഇടുക്കി ജില്ലയോട് ചേർക്കപ്പെട്ടതോടുകൂടി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ഖ്യാതി ഇടുക്കി തിരിച്ചുപിടിച്ചു. മലനാട് ജില്ല വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു. മലനാട് ജില്ലയെക്കുറിച്ചുള്ള ചർച്ചകൾ ദീർഘകാലം നടന്നു കഴിഞ്ഞ് മലനാട് ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു കമ്മിറ്റിയെ വെച്ചു. ഞാനുണ്ടായിരുന്ന കമ്മിറ്റിയിൽ. എന്നിട്ട് ആ കമ്മിറ്റി പല പ്രാവശ്യം ഒറ്റ രാത്രി കൊണ്ടാണ് തൊടുപുഴ താലൂക്കൂടെ കൂട്ടിച്ചേർത്ത് ജില്ല ഉണ്ടാക്കി ഇടുക്കി ജില്ല എന്ന് പേരിടുകയും ഇടുക്കി ആസ്ഥാനമാക്കുകയും ചെയ്തത്. നമുക്ക് ആവശ്യം വേണ്ടിയിരുന്നത് തൊടുപുഴ ഇല്ലാത്ത, വികസിത പ്രദേശം ഇല്ലാത്ത, അപകസിത പ്രദേശം മാത്രമുള്ള പീരുമേട്, ഉടുമ്പൻചോല താലൂക്കുകൾ ഉൾപ്പെടുന്ന മലനാട് ജില്ലയാണ് നമുക്ക് വേണ്ടിയിരുന്നത്. മലനാട് ജില്ലയുടെ വികസനവുമാണ് നമുക്ക് വേണ്ടിയിരുന്നത്. 52 ഗ്രാമപഞ്ചായത്തുകൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 2 നഗരസഭകൾ, 5 താലൂക്കുകൾ, 5 നിയമസഭാ മണ്ഡലങ്ങൾ, 1 ലോക്സഭാ മണ്ഡലം എന്നിവ ഉൾപ്പെടുന്ന ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. കാടിന്റെ നടുവിൽ കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന ഏക ജില്ല എന്ന സവിശേഷതയും ഇടുക്കിക്കുണ്ട്. കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദിയായ പെരിയാർ ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ നദിയുടെ ഭൂരിഭാഗവും ഒഴുകുന്നത് ഇടുക്കിയിലൂടെയാണ്. (1896) മുതൽ പ്രവർത്തനം തുടരുന്ന മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെ 14 ഡാമുകൾ പെരിയാറിലും പോഷക നദികളിലുമായി സ്ഥിതി ചെയ്യുന്നു. കാർഷിക മേഖല ആണ് ഈ പ്രദേശമെങ്കിലും നാണ്യവിളകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പ്രദേശമാണ് ഇടുക്കി ജില്ല. പ്രത്യേകിച്ച് ഏലം, കുരുമുളക്, മറ്റ് നാണ്യവിളകളാണ് ഇവിടെ കൂടുതലായി കൃഷി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ഏലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമായിട്ട് ഈ ചക്കുളം പ്രദേശം അതിൻ്റെ സോൺ ഗണത്തിൽപ്പെടുന്ന പ്രദേശമാണ്. ഏലം രംഗത്ത് ഇന്നത്തെ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും അതിനെ തണവൽക്കരിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 40% സംരക്ഷിത വനമാണ് ഇടുക്കിയിലുള്ളത്. ആദ്യകാലത്ത് തേയില, കാപ്പി, കുരുമുളക് തുടങ്ങിയവയായിരുന്നു ഇവിടുത്തെ കൃഷികൾ. പിന്നീട് ഏലകൃഷി ഇടുക്കിയിൽ വ്യാപകമായി.
ഗോതമ്പും വെളുത്തുള്ളിയും കൃഷി ചെയ്യുന്ന ഏക സ്ഥലമായ വട്ടവട ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ടൂറിസം മേഖല ഒത്തിരി സാധ്യതകളുണ്ട്. ഇടുക്കി ജില്ല നമ്മൾ പരിപൂർണമായിട്ട് എടുക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും 52 പഞ്ചായത്തുകളുണ്ട്. 52 പഞ്ചായത്തുകളുടെ എന്തെങ്കിലും മറ്റുള്ള മേഖലയിൽ നിന്ന് വരുന്നത് കാണുവാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ഇടുക്കിയിലെ ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണക്ടിവിറ്റി ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന മൂന്നാർ, തേക്കടി, ഇടുക്കി എന്നിവയും വാഗമൺ, രാമക്കൽമേട്, പരുന്തുംപാറ, ചീയാപ്പാറ, അഞ്ചുരുളി, ഇലവീഴാപ്പൂഞ്ചിറ തുടങ്ങിയ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സുന്ദരാരാമമാണ് ഇടുക്കി. ഇപ്പോൾ സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഈ സുന്ദരി. നാട്ടിൽ നിന്നേ നിങ്ങൾ ആരൊക്കെ ഇങ്ങോട്ട് കാനത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന എത്ര പേരുണ്ടായിരുന്നു? നാട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ആ കൂട്ടത്തിൽ അന്ന് പോകുന്നുള്ളൂ. എന്നാലും ഇവിടെ ചേട്ടൻ്റെ മക്കളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ താമസക്കാർ വേറെ താമസക്കാരുണ്ടായിരുന്നു? ഇല്ല, ഒരു കുഞ്ഞു പോലും ആരുമില്ല. കാട്ടാനല്ലാതെ വേറെ ആരുമില്ല. പതിച്ചു കിട്ടുന്ന ലോകത്തിലുള്ള ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാ ഇവിടെ നിരക്ക് വിറക്കൊന്നായിരുന്നു എഴുതി. അന്ന് ഇറക്കി വിട്ടില്ല. അന്ന് ഇവിടുന്നുള്ള ആൾക്കാർക്കെല്ലാം സ്ഥലം അളന്നു കൊടുത്തേക്കാൻ ഓർഡർ വന്നു. വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കൃഷിയാണ് ചെയ്തത്? അന്ന് ധാരാളം കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ. ചോളം, കരിമ്പായിരുന്നു കൂടുതലും കൃഷി. മെയിനായിട്ട് കരിമ്പായിരുന്നു. അപ്പോൾ കരിമ്പ് 50-60 കുറുക്ക് കരിമ്പ് കിട്ടാൻ തുടങ്ങിയപ്പം കരകയറി. അപ്പൊ എന്തുകൊണ്ടാണ് അന്ന് കുമളി സ്ഥലം എടുക്കാതെ ഇങ്ങോട്ട് പോകുന്നത്? കുമളി സ്ഥലം എടുക്കുക. കുമളി ആങ്കൂറാവത്തില്ല. അപ്പഴി മുഴുക്ക ആങ്കൂറാവത്തില്ല. നമുക്ക് അവിടെ എടുക്കാൻ പറ്റത്തില്ല. അട്ടപ്പള്ള മുഴുക്ക ആങ്കൂറുണ്ട്. അപ്പഴി ആങ്കൂറാവത്തിൽ കേട്ട ആയില് നരസിംഹ തിന്നുകളയുന്ന പേടിച്ചു പോകും. അങ്ങനെ പേടിച്ച ഇവിടെ വന്നപ്പോ ഇവിടെ ആരുടെ പേരുന്നാള്. എന്നാൽ മനുഷ്യന്റെ പരിമിതികളെയും പ്രകൃതിയുടെ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇടുക്കി വളരുകയാണ് മിടുമിടുക്കിയായി. പ്രതിസന്ധികളെപ്പോലും അവസരങ്ങളായി മാറ്റിയ ഇടുക്കിയിലെ ആദ്യകാല കുടിയേറ്റ കർഷകരാണ് ഈ മിടുക്കിന്റെ യഥാർത്ഥ അവകാശികൾ. ഏക്കറിന് 75 രൂപയ്ക്ക് അന്ന് വിലയ്ക്ക് വാങ്ങിയ സ്ഥലമായത്. അതെ, എത്ര ഏക്കർ വാങ്ങി? 10 ഏക്കർ. 10 ഏക്കർ സ്ഥലം ഒന്ന് വാങ്ങി. ഇവിടെ 7 ഏക്കർ. അപ്പൊ അന്ന് ഇവിടെ കൃഷികളും കാര്യങ്ങളും ഒന്നുമില്ല, തരിശ് ഭൂമിയായിരുന്നു അല്ലേ? തടി സർക്കാരിൻ്റെ അതുകൊണ്ടൊക്കെ. ഓ ശരി. നിങ്ങൾ ആദ്യം കൃഷി ചെയ്ത് എന്തൊക്കെയായിരുന്നു? വാഴ വെച്ചു, വിത്ത് വെച്ചു, കൂടെ കൊടിയിട്ടു. അന്ന് മറ്റേ ഈ വന്യമൃഗങ്ങൾ എന്തെങ്കിലും ശല്യങ്ങളോ എന്തെങ്കിലും? കാട്ടാന ഉണ്ടായിരുന്നു. കാട്ടാനയൊക്കെ ഓടിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. കാട്ടാനയ്ക്ക് വീടുണ്ടാക്കി ഏറ്റുപാടുണ്ട്. അപ്പൊ ഈ പ്രദേശത്ത് വേറെ താമസക്കാരൊക്കെ അന്നുണ്ടായിരുന്നു ഈ ഏരിയയിൽ? പിള്ളേരൊക്കെ കൊച്ചുകളെയായിരുന്നു. ഇവിടെ അവിടെ ആനയില്ല. ഇല്ല. ഞങ്ങൾ പ്രായമുള്ളവരൊക്കെ ഇവിടെ. ഒരു കുടിയേറ്റ ജില്ലയായ ഇടുക്കിയിലെ എൻ്റെ ജോലിയുടെ ഭാഗമായി ഞാൻ വന്നിട്ട് വളരെ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഈ ജില്ലയിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഇടുക്കിയിൽ വരുന്ന ഒരാൾക്ക് പോലും തിരിച്ച് ഇവിടുത്തെ പ്രത്യേകതകൾ കൊണ്ട് കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള ആ ഒരു സൗകര്യത്തിൻ്റെയും ആളുകളുടെ സഹകരണത്തിൻ്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഉള്ള ആളുകളുടെ അവരുടെ പോലീസുമായി ഇല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഇടപെടുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം കൊണ്ടും
തിരിച്ചൊന്നു പോകാൻ പലപ്പോഴും നമുക്കൊക്കെ വളരെ വൈമുഖ്യമാണ്. ഇടുക്കിയിലേക്ക് എത്തിയവരിൽ പലരും അത് ആഗ്രഹിച്ച് വന്നവർ ആവണമെന്നില്ല. സാഹചര്യങ്ങളാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. എന്നാൽ ഒരിക്കൽ ഇടുക്കിയുടെ ഭാഗമായവർ പിന്നീട് ഈ നാടിനെ അത്രയും ഇഷ്ടപ്പെട്ടു പോകും, ഇടുക്കിക്കാരാവും. ഇടുക്കി ജില്ലയുടെ ഫോർമേഷന് ശേഷമാണ് ഞാനിവിടെ അധ്യാപികയായിട്ട് വന്നത്. അന്നത്തെ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. എന്ന് പറഞ്ഞാൽ സർവ്വസമയവും മഞ്ഞ് വീണുകൊണ്ടിരിക്കും. അടുത്ത് വന്നാലേ നമ്മൾ അറിയുള്ളൂ ആളുകൾ വരുന്നുണ്ടെന്ന്. ബസ് പോലും ലൈറ്റ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അന്നത്തെ ആ പ്രകൃതി സൗന്ദര്യം വളരെ മനോഹരമായിരുന്നു. ആ കാലഘട്ടത്തെ ഓർക്കുമ്പോൾ മനസ്സിന് നല്ല കുളിർമയുണ്ട്. ഇവിടെ അധ്യാപികയായിട്ട് വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ഈ സൗന്ദര്യം കൊണ്ട് കുന്നുകളും ഏലവനങ്ങളും കാപ്പിത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളും ഇതൊക്കെ വളരെ പ്രചോദനം നൽകുന്നതായിരുന്നു, ജീവിതത്തിന് ഉത്തേജനം നൽകുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാവാം ഞാനിവിടെ നിന്ന് പോയിട്ടേയില്ല. ഒരു ജില്ലയ്ക്ക് 50 വയസ്സാകുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. അത് പല തരത്തിലാണ്. ഒന്ന്, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, അവർ ഇത്ര കാലം കൊണ്ട് എത്ര ദൂരം മുന്നേറിയ ജീവിതത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടത്, അവരുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അവർക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ചൂഷണം, അതിൻ്റെ ഉപയോഗപ്പെടുത്തലിലൂടെ ആ നാട് നേടിയ പുരോഗതി എപ്പോഴും ഗണിക്കപ്പെടുന്നത് തന്നെയാണ്. ഇടുക്കിയെ സംബന്ധിച്ച് പുറം ലോകം ഇനിയും അറിയാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ നിഗൂഢമായി ഇടുക്കിയുടെ മലയിടുക്കുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. ആരെയും കൊതിപ്പിക്കുന്ന മഴയും മലകളും മലനിരകളും പുൽമേടുകളും ഒക്കെ ചേർന്ന് എത്രയോ സുന്ദരമാണ്. ഉടുമ്പൻചോല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചക്കുവള്ളം പഞ്ചായത്ത് തമിഴ്നാടുമായും കുമളി വണ്ടൻമേട് പഞ്ചായത്തുകളുമായും അതിർത്തി പങ്കിടുന്നു. 1975 രൂപം കൊണ്ട ചക്കുവള്ളം പഞ്ചായത്തിന് ഇടുക്കി ജില്ലയുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ അതിൻ്റേതായ ഇടമുണ്ട്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം ഏലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് ചക്കുവള്ളം. കൂടാതെ കുരുമുളക്, കാപ്പി, നെല്ല് തുടങ്ങിയ ഭക്ഷ്യ നാണ്യവിളകളുടെ പ്രധാന ഉൽപ്പാദന കേന്ദ്രം കൂടിയാണ്. ഇടുക്കി ജില്ലയുടെ രൂപീകരണ കാലത്ത് ചക്കുവള്ളം മേഖല വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലായിരുന്നു. വണ്ടൻമേട് പഞ്ചായത്തിൻ്റെ 3 വാർഡുകൾ വിഭജിച്ചാണ് ചക്കുവള്ളം പഞ്ചായത്ത് ഉണ്ടായത്. ചക്കുവള്ളം പഞ്ചായത്തിൻ്റെ ജനസംഖ്യ 10,230 അന്നത്തെ തുടക്കത്തിലെ ജനസംഖ്യ. 8 വാർഡുകളുമായിരുന്നു. ഈ അടിസ്ഥാന വരുമാനം എന്ന് പറയുന്നത് തൊഴിൽക്കരവും വീട്ടുകരവും. കരം പിരിക്കാനുള്ള തൊഴിലുള്ള ആളുകൾ താരതമ്യേന വളരെ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു 50 താഴെ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ തൊഴിൽക്കരം ഈടാക്കാവുന്നത്. പിന്നെ ഈ തോട്ട ഉടമകളിൽ നിന്ന് തൊഴിൽക്കരം ഈടാക്കിയത് എല്ലാം കൂടെ ഒരു 100-120 ആളുകളെ തൊഴിൽക്കരം അടയ്ക്കാൻ തക്ക ആളുകൾ ഈ പഞ്ചായത്തുണ്ടായിരുന്നു. എല്ലാം പുല്ല് കെട്ടിടങ്ങളെ. അന്നത്തെ പഞ്ചായത്ത് 1963 പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തുകളും 8 വാർഡുകളാണ്. ഈ 8 വാർഡുകളെ ഉണ്ടായിരുന്നു. വണ്ടൻമേട് പഞ്ചായത്ത് 8 വാർഡായിരുന്നു. 8 വാർഡിൻ്റെ 4ഉം 5ഉം 8 വാർഡുകൾ ചേർന്നാണ് ചക്കുവള്ളം. പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീധരൻ വൈദ്യർ ഉൾപ്പെടുന്ന പ്രദേശം ആയതുകൊണ്ട് വൈദ്യരാദ്യമത്തെ പ്രസിഡൻ്റായി. അപ്പം ചക്കുവള്ളം പഞ്ചായത്ത് ചോദിച്ചുകൊണ്ടാണ് ഇത് വിജയിച്ചത്. ഈ പഞ്ചായത്തിന് ഡെവലപ്പ് ഉണ്ടായത്. അല്ലെങ്കിൽ ചുമ്മാ വണ്ടൻമേട്ടിൽ ചവിട്ടുപടിയായിട്ട് കിടന്നതിന്. വണ്ടൻമേടൊരു തോട്ടമാണ്. തോട്ടം മേഖലയുടെ രീതിയല്ല ഈ കൃഷി മേഖല.
അപ്പോൾ അവിടെ ഈ കരിമ്പ് വന്നുകൊണ്ടാണ് ചക്കോളം വളർന്നത് അടിപൊളിയാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം പറയണം, ഈ 8-ാം മൈലിൽ ആളില്ല. എന്താ കാരണം? കെടുകട വിറയ്ക്കും, ആരും നിൽക്കുകയില്ല. അന്നേരം അവിടെ ആരും കുടി പാർക്കല്ല, ഇവിടെ വന്നാലും നിൽക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ സ്ഥലമെടുത്തു. തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട ദിവസക്കൂലിക്കാരും കർഷകരുമായിരുന്നു ഇവിടെ അധിവസിച്ചിരുന്നത്. ഗ്രോമോർ ഫുഡ് പ്രോഗ്രാം അനുസരിച്ച് കൃഷി കുത്തകപ്പാട്ട വ്യവസ്ഥ കൊടുത്ത കർഷകർ അവരുടെ കാർഷിക വൃത്തി വിജയകരമായിരുന്നില്ലെന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ ഒക്കെ കൊണ്ട് കാർഷിക രംഗം പരാജയമായിരുന്നൊരു തലമുറ ഈ നാട്ടിൽ നിന്ന് പോവുക തന്നെ ചെയ്തു. അവശേഷിച്ച ആളുകൾ നിത്യവൃത്തി കഴിക്കാൻ വേണ്ടി പരിസര പ്രദേശങ്ങളിലെ ഏലത്തോട്ടങ്ങളെ അഭയം പ്രാപിച്ചിരുന്നത്. ഞാനുൾപ്പെടെയുള്ള തലമുറ വിദ്യാഭ്യാസത്തിന് ഒരു 15 കിലോമീറ്റർ നടന്ന് മുരിക്കടിയെയാണ് ആശ്രയിച്ചത്. ആൻഡിയർ മെമ്മോറിയൽ ഹൈസ്കൂളിനെ ആശ്രയിച്ചത്. ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ കുമളിയിലൊരു പാർട്ട് ടൈം ഡിസ്പെൻസറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുമളിക്ക് ഇപ്പുറത്തേക്ക് പിന്നെ ഉണ്ടായിരുന്നില്ല. കട്ടപ്പനയൊക്കെ അന്ന് ഇവിടെ ആളുകൾ കൃഷിക്കാരായിട്ട് ഇവിടെ വരുന്ന കാലത്ത് കട്ടപ്പനയൊക്കെ വനഭൂമിയാണ്. കൃഷിയും ദിവസക്കൂലിയുമായി ജീവിതം പുലർത്തിയ ജനതയെ സ്വയം പര്യാപ്തമാക്കിയത് ഏലം, കുരുമുളക് കൃഷികളുടെ വ്യാപനവും കന്നുകാലി വളർത്തലും ആയിരുന്നു. ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളും ഏലം അധിഷ്ഠിത വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളുമാണ് ചക്കുപള്ളം മേഖലയുടെ പ്രധാന സാമ്പത്തിക അടിത്തറയായി തീർന്നത്. പ്രാരംഭകാലം മുതൽക്ക് വിപ്ലവകരമായ പല തീരുമാനങ്ങളും നടപ്പാക്കുന്ന പാരമ്പര്യമാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത്. ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നേടിയെടുത്ത സ്വരാജ് ട്രോഫികളും മറ്റും ഇതിനെ സാധൂകരിക്കുന്നു. അടിസ്ഥാന വ്യവസായങ്ങളൊന്നും തുടങ്ങാനുള്ള യാതൊരു റോ മെറ്റീരിയൽസ് ഒന്നുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്നുള്ള നിലയ്ക്ക് കൃഷിക്ക് പുറമെ കാലി വളർത്തലിലൂടെ ആരംഭിച്ചു കൃഷിക്കാർ. കാലി വളർത്തൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പാലിന് മാർക്കറ്റിംഗ് ഇല്ല, കന്നുകാലി വളർത്തലിനുള്ള സാങ്കേതിക സൗകര്യങ്ങളൊന്നുമില്ല, മൃഗാശുപത്രി ഇല്ല. ഗുജറാത്തിലെ ആനന്ദ് മോഡൽ വില്ലേജ് കേരളത്തിൽ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞു വാർത്തകൾ. ഈ ചക്കുവള്ളം വില്ലേജ് ആനന്ദ് മോഡൽ അതാണ് ആപ്കോസ്. അതാണ് അതിന് മുമ്പ് ക്ഷീര വ്യവസായ സഹകരണ സംഘങ്ങൾ ആനന്ദ് പാറ്റേൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യം ഉണ്ടായത് ചക്കുവള്ളം പഞ്ചായത്തിലെ അണക്കരയാണ്. വനിതാ മുന്നേറ്റം എന്നുള്ള നിലയ്ക്കൊരു വിമൻ ഇൻ അഗ്രികൾച്ചറൽ കൃഷിഭവൻ്റെ നിയന്ത്രണത്തിൽ വരത്തക്ക വിധത്തിലും പഞ്ചായത്ത് രക്ഷാധികാരിയായി ടൂറിസം പദ്ധതിക്ക് പ്രോജക്റ്റ് തയ്യാറാക്കി. ആ പ്രോജക്റ്റുകൾ മുഴുവൻ UNDP 25 സ്ത്രീകളുണ്ടായിരുന്നു. 25 സ്ത്രീകളും ഇതിൽ പങ്കാളികളായി വിവിധങ്ങളായ പ്രോഗ്രാമുകളൊക്കെ നടത്തി. ഗൈഡ്സിന് ട്രെയിനിങ് കൊടുത്തു. തേനീച്ച വളർത്തൽ, പിന്നെ കൃഷി സംബന്ധം ഏലം, കുരുമുളക്, അതുപോലെ തന്നെ അങ്ങനെ കാർഷിക രംഗത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആദ്യമേ ജനങ്ങൾക്ക് ഒരവബോധം കൊടുത്തു. അതിനുശേഷം ടൂറിസ്റ്റുകൾ വന്നാൽ എങ്ങനെ അവരെ ആദരിക്കാം, പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ചെയ്തിരുന്നത്. നിലവിൽ പഞ്ചായത്ത് പരിധിയിൽ 6 അംഗീകൃത വിദ്യാലയങ്ങളും നിരവധി ക്ലിനിക്കുകളും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും മറ്റു പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു. കാഴ്ച സാംസ്കാരിക വേദി എന്ന പ്രസ്ഥാനം അണക്കരയിൽ രൂപപ്പെട്ടിട്ട് 7 വർഷങ്ങളായി. വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യുവതലമുറയ്ക്കും വായന ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി അണക്കരയിൽ ഒരു നല്ല വായനശാല ഇല്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടത്. സാംസ്കാരിക വേദി സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ, ഫിലിം സൊസൈറ്റി, ഈ 3 പ്രവർത്തിക്കുന്നത്. വളരെ വിജയകരമായ 2 ഫിലിം ഫെസ്റ്റിവലുകൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൃത്യമായ ഇടപെടലുകളിൽ പ്രോഗ്രാമുകൾ നടത്തി നമ്മുടെ കാഴ്ചയുടെ
പരിപാടികൾ സജീവമാക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം വായന അതിൻ്റെ പ്രാധാന്യത്തെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നു. പാട്ട് പാടാൻ കഴിയുന്ന ആൾക്കാർ, പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നവർ, പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ, അവരെ കൂട്ടിച്ചേർത്ത് ഒരു സായാഹ്നം അവർക്ക് വേണ്ടി, അത് പല ആളുകളുണ്ട്, വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ആളുകളെ കൂടി നമ്മൾ പുറത്തേക്ക് ഇറക്കി അങ്ങനെ ഒരു നല്ല സദസ്സ് സംഘടിപ്പിച്ച് അതിലൂടെ മാനസിക ഉല്ലാസമാണ് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ അങ്ങനെ സമൂഹത്തിലെ വിവിധ സ്ഥലങ്ങളിൽ എന്തൊക്കെ ജനങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 4000-ഓളം പുസ്തകങ്ങൾ ഇപ്പോൾ ഉണ്ട്. F ഗ്രേഡിലാണ് നമ്മുടെ ലൈബ്രറി പ്രവർത്തിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും പ്രവർത്തനം ഉണ്ട്. ലൈബ്രറിയൻ സ്വന്തമായിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന വാണിജ്യ വ്യാപാര കേന്ദ്രമായും സൗഹൃദ കൂട്ടായ്മയായും ചക്കുവള്ളം വളരുകയാണ്. ഈ സംഘടനയിൽ അണക്കര മേഖലയിലെ സുമനസ്സുകൾ ധാരാളം പേരുടെ സഹായം കൊണ്ടാണ് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ 35ഓളം വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തു. കുറേ നിർധന യുവതികളുടെ വിവാഹം നടത്താനായിട്ട് സാധിച്ചു. കുറേ കുട്ടികൾ പഠിപ്പിക്കാനായിട്ടൊക്കെ സാധിച്ചു. സുമനസ്സുകളുടെ സഹായത്തോടെയുള്ള ചികിത്സാ സഹായമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ മേഖലയിൽ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന അനേകം പേരുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സഹായം യഥാസമയത്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ കുറേ വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ശേഖരിച്ച് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറേ നിർധന കുടുംബങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ, അതുകൂടാതെ തന്നെ ഫാമിലി കൗൺസിലിങ്ങിനുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൗൺസിലിങ്ങുള്ള സൗകര്യം, വൃദ്ധ മാതാപിതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിനോദയാത്ര, അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ടുള്ള വിനോദയാത്ര, അങ്ങനെയുള്ള നന്മകളാണ് നമ്മുടെ അമ്മയ്ക്കൊരു ഉമ്മ സ്നേഹക്കൂട്ടായ്മ ചെയ്തു വരുന്നത്. പരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചക്കുവള്ളം പ്രദേശങ്ങളിൽ മനുഷ്യവാസമുണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ പുരാവസ്തു വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. 1160കളിൽ പൂഞ്ഞാർ രാജവംശത്തിൻ്റെ സ്ഥാപനകാലത്ത് ഈ പ്രദേശത്ത് ജനങ്ങൾ അധിവസിച്ചിരുന്നതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. കാലക്രമത്തിൽ കേരളത്തിലെ ഇതര ഭാഗങ്ങൾ ജനനിബിഡമായപ്പോൾ ജീവനോപാധികൾ തേടി പല പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ കുമള്ളി, ചക്കുവള്ളം, വണ്ടൻമേട് പ്രദേശങ്ങളിൽ எத்தப்பட்டு கலாச்சாரம் என்னைக்கு உயிரோடு இருக்கிற வரைக்கும் விடக்கூடாது. நான்லாம் எங்கே போனாலும் நிமிர்ந்து பேசுவேன், மைக்கில் பேசுவேன். நான் ஆதிவாசி பழைய வம்சத்தில் சேர்ந்தவன் அப்படின்ட்டு தான் நான் பேசுவேன். எப்பயும் எங்கேயுமே நான் மறைச்சி வச்சதில்லை. யாருக்கு முன்னாலேயும் ₹1,00,000 தாரம்னு சொன்னாலும் எனக்கு வேண்டாப்பா, நான் ஒரிஜினலாக காட்டில் பிறந்து வளர்ந்தவ தான், நான் ஆதிவாசி தான், ஹிந்து ஆதிவாசி தான், நான் ஹிந்து பழைய சமுதாயத்தில் பிறந்த ஆளுன்னு நிமிர்ந்து பேசுவேன். எங்கள் வம்சத்தை தரத்தாத்தி பேசுகிறது எனக்கு கொஞ்சம் கூட பிடிக்காது. யாராக இருந்தாலும் நிமிர்ந்து போய் சத்தம் போட்டு விட்டுருவேன். ஏன்னா நீங்கள் எங்கள் கூட பிறந்தீங்களா, இல்லை கூட வளர்ந்தீங்களா, கூட இருக்கிறீங்களா, எங்களை பற்றி பேசுகிறக்கு நீங்கள் யார் அப்படின்னு கேட்பேன். எங்களுக்கு தெரியாமல் எங்கள் வம்சத்தை பற்றி பேசக்கூடாது, எங்கள் பாட்டை பாடக்கூடாது, எங்கள் டான்ஸை பற்றி കുറെ ചൊല്ലக்கூடாது. ഏതൊരു ഭൂപ്രദേശത്തെയും കുറിച്ചുള്ള അന്വേഷണങ്ങൾ അവസാനിക്കുന്നത് അവിടെ അധിവസിച്ചതിൽ ഏറ്റവും പഴക്കമുള്ള ജനവിഭാഗത്തെക്കുറിച്ച് ലഭിക്കുന്ന സൂചനകളിലാവും. ഏതൊരു പ്രദേശത്തും വളരെക്കാലം മുമ്പ് തന്നെ അധിവസിച്ച് ആധുനിക കാലത്തും തനതായ പാരമ്പര്യം നിലനിർത്തുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടാകും. അവരെ പൊതുവെ ആദിവാസികൾ എന്ന് വിശേഷിപ്പിച്ചു പോരുന്നു. തെക്കേ ഇന്ത്യയിലെ പ്രധാന ആദിവാസി വിഭാഗമാണ് പളിയർ. തമിഴ്നാട്ടിലെ തേനി, കേരളത്തിലെ ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഈ ജനവിഭാഗം അധിവസിക്കുന്നത്. ഇവരുടെ ഉൽപ്പത്തിയെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. പളിയര് ഈ ഒരു നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിൽ പളിയര് താമസിക്കുകയും അവർ ആദ്യ കുടികളായിട്ടാണ് അവരെ പറയുന്നത്. ആദ്യ കുടികൾ. ഇന്ന് കാടിനെയും പ്രകൃതിയും സ്നേഹിക്കുന്ന ഏറ്റവും അധികം കാടിനോട് അടുത്ത് ഉള്ളത് ഞങ്ങളാണ് എന്നുള്ള വാദമാണ് പളിയര് വയ്ക്കുന്നത്. പളിയര്
ഉൾക്കാടുകളിലാണ് താമസിച്ചതായിട്ട് അവർ പറയുന്നത്. ഉൾക്കാടുകൾ കൽവരിമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചതായിട്ടും പിന്നീട് ഫോറസ്റ്റുകാരുടെയും വെളിയിലുള്ള ആൾക്കാരുടെയും ശല്യം എന്ന് പറയാം. കാരണം അവർ ഇതുപോലെ കാടിൻ്റെ അറ്റങ്ങൾക്ക് വരാനിടയായി. മ്യൂസിക്കിനോട് അതീത താല്പര്യവും ദൈവത്തിന് വഴിപെടുതൽ ഡാൻസും പാട്ടുമായിട്ട് അങ്ങനെ തനത് കലാരൂപമായിട്ട് അധികം ബന്ധപ്പെട്ടു. പളിച്ചി ദേവി എന്ന ദേവിയെ ആരാധിക്കുകയും കറുപ്പസ്വാമിയെ അവർ അതിൻ്റെ ഒരു സഹോദരനായിട്ട് പളിച്ചി ദേവിയുടെ സഹോദരനായിട്ട് കാണാനായിട്ടും ഇവർ കരുതി വരുന്നു. ആധുനിക കാലത്തും ഒരു പ്രത്യേക പ്രദേശത്ത് കൂട്ടമായി താമസിക്കുന്ന സ്വഭാവമാണ് പളിയരുടേത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വീരൻ അളകുമുത്ത് എന്ന് പറയുന്ന വേടർ കുലത്തിൽ ചേർന്നവരാണ് ഞങ്ങൾ. ജന്മനാളെന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത് മധുരയാണ്. മധുര മീനാക്ഷിയെ ഉൾപ്പെട്ട് നിന്നത് മധുരയിലാണ് ഞങ്ങൾ കൂടി പാർത്തുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ നരബലി എന്ന് പറയുന്ന മനുഷ്യക്കുരുതിയുടെ കാലഘട്ടമായി. അങ്ങനെ വന്നപ്പോൾ ചേട്ടനനിയന്മാർ രണ്ടുപേരും കൂടി മൂത്തവന് 2 പിള്ളേരും ഇളയ ആൾക്ക് ഒരു കൊച്ചുള്ളായിരുന്നു. അപ്പോൾ ഇത് അടുത്ത ബലിക്ക് വരുന്നതിന് മുമ്പ് ഇവർ കുറച്ച് ആൾക്കാരെ കൂട്ടി വെച്ച് ഈ നാട് വിടാൻ മല കയറി മംഗളദേവി മലയ്ക്ക് കയറി കൃഷികളും തേനും മീനും മൃഗങ്ങളോ വേട്ടയാടി കഴിക്കുന്ന നല്ല സുഖകരമായിട്ട് അവർ തമ്മിൽ ഞങ്ങൾ കഴിച്ചാൽ പോകുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ 2 പേര് പെസകി വിഭാഗമായിട്ട് തിരിഞ്ഞു. ഒരു വിഭാഗം ഞങ്ങൾ പളിയനായിട്ട് മാറി. അതിനെ കൂടുതൽ മണ്ണാനും ഒരു സമുദായം മാറി. മീനും പിന്നെ വേട്ട മൃഗങ്ങൾ അവർക്ക് വനസേനത്ത് അവർ അങ്ങോട്ട്. ഞങ്ങൾ തേനും കൃഷികളുമായിട്ട് ഞങ്ങളുടെ കാട്ടുവിഭവങ്ങളായിട്ട് ഞങ്ങൾ മാറി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് കൊമ്മളി പളിയക്കുടി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് കൊമ്മളി പളിയക്കുടിയുടെ ടേണായി. പളിയക്കുടിയാണ് തുടക്കം. അവിടെ നിന്ന് കുറേ പിള്ളേരും കുഞ്ഞുങ്ങൾക്കായി കുറേ ആൾക്കാർ അങ്ങും കൂടി തലവന്മാരുണ്ട്. 2 പേർക്ക് കാണി പദവി കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ പെസകിയപ്പം അതിൽ നിന്ന് കുറച്ച് പേരായിട്ട് ഞങ്ങൾ ഇവിടെ അട്ടപ്പള്ളം ഭാഗത്ത് ഞങ്ങൾ ഒരു 10 അന്നത്തെ കാലത്ത് കുറേ കുടുംബങ്ങൾ അട്ടപ്പള്ളത്ത് മാറി. അവിടുത്തെ രാമസ്വാമി എന്ന കാണിയുടെ കൂട്ടത്തിൽ കുറച്ച് പേർ അവിടെ നിന്നു. അപ്പോൾ അങ്ങനെ വന്ന് അട്ടപ്പുറത്ത് താമസിച്ചു. ആനവിള സംഭവം പോയി. പൂച്ചടിക്കാല എന്ന് പറഞ്ഞ പൂച്ചടിക്കാല വന്നു. ഓരോ വർഷവും ഓരോ മലയ്ക്ക് കയറി വെട്ടുക, കഴിക്കുക, അടുത്ത മലയ്ക്ക് കയറുക. ഞങ്ങളെ 125 ഏക്കർ സ്ഥലം ഇവിടെ ഞങ്ങൾക്ക് മാനവുമായിട്ട് പതിച്ചു. നിയതമായ ആചാരാനുഷ്ഠാനങ്ങളാലും വ്രതനിഷ്ഠയാലും ബന്ധിതമായ വിശ്വാസ രീതികളാണ് പളിയരുടേത്. ഏപ്രിൽ മാസം ഞങ്ങൾക്ക് എല്ലാവരും ആണും പെണ്ണും ഒരുപോലെ നോയമ്പിരിക്കും. അത് ഞങ്ങൾ 11 പേര് അതിനുവേണ്ടി പ്രത്യേകം നോയമ്പിരിക്കും. ഒരു മാസം 11 പേര് ഞങ്ങൾ കൃത്യമായിട്ട് അതിന് കുടവെടുക്കാനും അല്ലാതെ കറുപ്പസ്വാമി എടുക്കാനും അങ്ങനെ കുറേ ആയിട്ട് 11 പേരുണ്ട്. ഞാനതിൽ കുടവെടുക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ ശക്തമായിട്ട് നോയമ്പിരിക്കും. അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് കാട്ടിൽ നിന്ന് ചെരുപ്പിടാതെയാണ് ഞങ്ങൾ തീർത്ത്. ഞങ്ങൾക്ക് അത്യാവശ്യം വണ്ടിയൊക്കെ വിട്ടു തരും. ആ വണ്ടി ഞങ്ങൾ പോകും. തിരിച്ചു വരുമ്പോൾ ഈ കുടവെടുക്കുന്നവർ മാത്രം അവിടെ നിന്ന് 11 പേര് നടന്നു വരും. ബാക്കിയുള്ളവർ വയ്യാത്തവരൊക്കെ വണ്ടി കയറ്റി വിടും. ബാക്കിയുള്ളവർ ഞങ്ങൾക്കൊരു 3 ദിവസം മൊത്തം. ആദ്യ ദിവസം പോകുന്നു, പിന്നെ ഒരു ദിവസം ഫുൾ അവിടെ കാണും. പിറ്റേ ദിവസങ്ങൾ ഒരു സമയമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ മൂപ്പൻ അവിടെ ചെല്ലുമ്പോൾ ഒരു മന്ത്രക്കെട്ട് വെച്ചൊരു സമയം ഞങ്ങൾക്ക് പറയും. ആ സമയത്തിനകം അതുവരെ നമുക്കൊരു പൂമ്പാറ്റയെ കൊണ്ടുപോലും ഒരു ഉപദ്രവം ഉണ്ടാവാറില്ല. ഞങ്ങളുടെ വിശ്വാസമാണ്. തെക്കേ ഇന്ത്യയിലെ അമ്മൻ വിശ്വാസ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ പളിച്ചിയമ്മ, കറുപ്പുസ്വാമി എന്നിവരെ മൂലദൈവമായി കരുതിയുള്ള ആരാധനാ സമ്പ്രദായമാണ് അവർക്കുള്ളത്. കുമളി, ചക്കുവള്ളം എന്നീ പളിയക്കുടികളിലെ ഉത്സവങ്ങൾ ഇത്തരത്തിൽ വേറിട്ട് നിൽക്കുന്നവയാണ്. കറുപ്പസ്വാമി അമ്പലമുണ്ട്. അതാണ് നമ്മുടെ പൂർവികർ പണ്ട് മുതലേ ആചരിച്ചു വരുന്ന ദൈവം. ഈ മറ്റു ആൾക്കാർ ഈ ഗ്രാമത്തിലേക്ക് വരുന്നതിന് മുമ്പ് മുതലേ ഞങ്ങളുടെ ആൾക്കാർ മാത്രം താമസിച്ച ഒരു ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞാണ് മറ്റ് ജനങ്ങൾ ഇങ്ങോട്ട് പാർപ്പിടം നടത്താൻ തുടങ്ങിയത്. അതിനു മുമ്പ് തന്നെ ഉള്ള ദൈവമാണ് കറുപ്പസ്വാമി. അതാണ് ആദ്യം ഞങ്ങൾ ഉത്സവമായി നടത്തുന്നത്. അത് ചിത്ര പൗർണമി എന്ന നാളിലാണ് ആ ഉത്സവം നടത്തുന്നത്.
പളിയ മന്നാൻ വിഭാഗങ്ങൾ പല കാര്യങ്ങളിലും അടുത്ത ബന്ധം പുലർത്തുന്ന വിഭാഗങ്ങളാണ്. ഇവരുടെ നൃത്തരൂപങ്ങളായ മന്നാൻ കൂത്തിലും പളിയ നൃത്തത്തിലും ഈ സാദൃശ്യം പ്രകടമാണ്. സാംസ്കാരിക ഉന്നമനം മറ്റു വിഭാഗങ്ങളെ എന്ന പോലെ പളിയരുടെ സാംസ്കാരിക ജീവിതത്തിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പാരമ്പര്യ കലാരൂപങ്ങളും വായ്മൊഴി പാട്ടുകളുമെല്ലാം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. കുലദൈവമായത് കറുപ്പുസ്വാമി അമ്പലമാണ്. ഈ കറുപ്പുസ്വാമി അമ്പലം വർഷം ചിത്രമാസം 1-ാം തീയതിയാണ് ഞങ്ങൾ തൊഴുന്നത്. അവിടെ ഞങ്ങൾ ഈ കല്ല് വിവാഹം വെച്ചാലും ഞങ്ങളുടെ കൂത്തുകൾ വെച്ചാലും ഈ അമ്പലത്തിൻ്റെ ഭാഗത്ത് അനുവാദം വാങ്ങിച്ച് വെക്കത്തുള്ളൂ. പരമ്പരയോട് വന്നാൽ തന്നെ അവർ ഈ കറുപ്പസ്വാമിയും കൊണ്ട് നടക്കത്തുള്ളൂ. അപ്പോൾ കറുപ്പസ്വാമിയും കൊണ്ടുവന്ന ഒരു കല്ല് വിഗ്രഹമായിട്ട് വെച്ചാൽ അത് സങ്കല്പിച്ച് കാണാൻ ഏതെങ്കിലും രോഗമായാലോ മറ്റുള്ളവരായാലോ പണ്ട് കാലത്ത് അവരവിടെ ചെന്ന് ഈ പൂജ കാര്യങ്ങൾ ചെയ്തിട്ട് മാറുമെന്ന വിശ്വാസത്തിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂത്ത് അങ്ങനെ പഴയ ആൾക്കാർ നല്ല മേനി കൂത്ത് കളിക്കുകയും അതുപോലെ ചിത്രമാസം കറുപ്പസ്വാമിക്ക് ആടിനെ വെട്ടി പെലിഹരി പിടിച്ച് ഭക്ഷണം കൊടുത്ത് വലിയ ആഘോഷം 3 ദിവസം വനത്തിനകത്ത് തന്നെ കിടന്നിട്ട് മറ്റുള്ള ആൾക്കാരെ സമ്പർക്കം കയറ്റാതെ അമ്പലത്തിൽ കയറ്റി ഞങ്ങളുടെ ആൾക്കാർ തന്നെ കഴിച്ചിട്ട് അവിടെ തന്നെ ഉറങ്ങുക. 3 ദിവസം വീട്ടിൽ ആണുങ്ങൾ വലിയ നോമ്പൊക്കെ എടുത്ത് ഇരുന്ന് പോലും പല കാര്യങ്ങളും സാധിച്ച് പല രോഗങ്ങളും മാറ്റുന്നുണ്ട്. എല്ലാം അന്നത്തെ അത് മൺമറിഞ്ഞു പോയി. അപ്പോൾ ഒരേ ഒരാൾ മാത്രമേ അതൊരു വല്യമ്മയാണ്. അവർക്ക് പഴയ പാട്ടുകളൊക്കെ അറിയാവുന്ന ഒരു ഒറ്റ അമ്മയേ ഉള്ളൂ, ഈശ്വരിയമ്മ. ഇപ്പോഴത്തെ ട്രെൻഡിന് മാറ്റമായി പിള്ളേർക്ക് പറഞ്ഞാൽ അംഗീകരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ ആദരിക്കും കൈകളിൽ என் பாட்டியாடிச்சகளோ யானி பாராட்டு கைகளில் ராரோ ராரோ ஏனம்மா நீ ஆரிரோ என் கண்ணு மணி பொண்ணு மணி ஏனப்பாரி கருத்தருட வேல்மணியோ யாரிக்கோ ஆரி குஞ்சா ஏனம்மா நீராமருக்கோ பொண்ணு குஞ்சா. കുമളി പളിയിക്കുടിയിലെ ഏതാനും യുവാക്കൾ തങ്ങളുടെ പാരമ്പര്യം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അവരിലൂടെ ആ പാരമ്പര്യം അനുസ്യൂതം ഒഴുകട്ടെ. വരേരാര 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 വാരായ് വരേ മേല വിളയാടും തിമിംഗലം വാരായ് വരേരാര 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 വാരായ് വരേ മേല വിളയാടും തിമിംഗലം വാരായ് திரை மாலை திரை மாலை திரை மாலை வாராய் திரை போல மலை மூடும் மழை மேகம் வாராய் திரை மாலை திரை மாலை திரை மாலை வாராய் திரை போல மலை மூடும் மழை மேகம் வாராய் வரேரார 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 வாராய் வரே மேல விளையாடும் திமிங்கலம் வாராய்
செடி சோல செடி சோல செடி சோலை வாராய், செடி மேல தலை சாய்க்கும் தெம்பரனை வாராய், செடி சோல செடி சோல செடி சோலை வாராய், செடி மேல தலை சாய்க்கும் தெம்பரனை வாராய், வரே ரார வரே ரார வரே ரார வாராய், வரே மேல விளையாடும் திமிங்கலம் வாராய், மழை மேகம் புகிலாகி வாராய், பூமலையில் குடி கொண்ட புண்ணியரே வாராய், மழை மேகம் புகிலாகி வாராய், பூமலையில் குடி கொண்ட புண்ணியரே வாராய், வரே ரார வரே ரார வரே ரார வாராய், வரே மேல விளையாடும் திமிங்கலம் வாராய், சிறு காடு சிறு காடு வாராய், சிறு காடில் குடி கொண்ட தேவர்களே வாராய், சிறு காடு வாராய், சிறு காடில் குடி கொண்ட தேவர்களே வாராய், வரே ரார வரே ரார வரே ரார வாராய், வரே மேல விளையாடும் திமிங்கலம் வாராய், புலி வாழும் பூதர்களே வாராய், பூதர்களும் நாதர்களும் காத்தருளும் கானகமே வாராய், வரே ரார வரே ரார வரே ரார வாராய், வரே மேல விளையாடும் திமிங்கலம் வாராய், நெல் விதையும் புல்விதையும் துன்பமில்லை வாராய், போட்ட விதை அத்தனையும் பொலிவுடனே வாராய், நெல் விதையும் புல்விதையும் துன்பமில்லை வாராய், போட்ட விதை அத்தனையும் பொலிவுடனே வாராய், வரே ரார வரே ரார வரே ரார வாராய், வரே மேல விளையாடும் திமிங்கலம் வாராய், ஏவல் பிள்ளி சூனியமே அகற்றிடவே வாராய், வந்தவரும் நின்றவரும் காத்திடவே வாராய், ஏவல் பிள்ளி சூனியமே அகற்றிடவே வாராய், வந்தவரும் நின்றவரும் வாழ்த்திடவே வாராய், வரே ரார வரே ரார வரே ரார வாராய், வரே மேல விளையாடும் திமிங்கலம் வாராய்.